اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധമായ റമദാനിലെ തുടർച്ചയായ വെള്ളിയാഴ്ചകളിൽ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അൽ കബായിറുകളെ പറ്റിയിട്ടാണ്, വലിയ പാപങ്ങളെ പറ്റിയിട്ടാണ്. എല്ലാ അൽ കബായിറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറയുമ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ റസൂലുള്ള എണ്ണുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ് എന്നായിരിക്കും. എല്ലാ മഹാപാപത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നമ്പറിൽ എണ്ണുക അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യലാണ്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ശ്രേണിയിൽ സിഹർ വരിക, അതുപോലെ തന്നെ കൊലപാതകം വരിക, പലിശ വരിക, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, പതിവ്രതകളായ സ്ത്രീകളെപ്പറ്റി അപവാദം പറയൽ, ഇതൊക്കെ വരിക. ഒന്നാമത്തേത് റസൂലുള്ള എണ്ണി പറയുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഏറ്റവും വലിയ തിന്മയായിട്ട് ഷിർക്കിന്റെ മേലെ ഒന്നിനെ കാണുന്നില്ല. ഷിർക്കാണ് മനുഷ്യന് അള്ളാഹുവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്ദികേട്, ഏറ്റവും വലിയ പാപം. ആ പാപം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം വെറുക്കുകയും അള്ളാഹുവിൻ്റെ ശാപവും കോപവും അവരുടെ മേലുണ്ടാവുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മുശ്രിക്കുകളെ പറ്റി പറഞ്ഞത്, വഗളിബല്ലാഹു അലൈഹിം വലഅനഹും വഅഅദ്ദ ലഹും ജഹന്നം വസാഅത് മസീറ. വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചിരിക്കുകയാണ്. പടച്ചവന്റെ അങ്ങേയറ്റത്തെ കോപം, വെറുപ്പ് അവർക്ക് മേലുണ്ട്. വലഅനഹും, അവരെ റബ്ബ് ശപിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ശാപവും കോപവും അവരേറ്റുവാങ്ങി. വഅഅദ്ദ ലഹും ജഹന്നം, അവർക്ക് വേണ്ടി പടച്ചവൻ ജഹന്നം ഒരുക്കിയിരിക്കുകയാണ്. നരകത്തീനെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. വസാഅത് മസീറ, അത് എത്ര മോശമായ ചെന്നു ചേരാനുള്ള ഗേഹമെന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അത്ര വെറുപ്പാണ് അള്ളാഹുവിന് ശിർക്ക് ജീവിതത്തിൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ ഫഖാല യാ റസൂലല്ലാഹ് മൽ മൂജിബതാനി. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, മൽ മൂജിബതാനി, എന്താണ് റസൂലേ സ്വർഗ്ഗം ഉറപ്പാകുന്ന കാര്യവും നരകം ഉറപ്പാകുന്ന കാര്യവും, രണ്ട് വാജിബായ കാര്യങ്ങൾ, രണ്ട് നിർബന്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതാണ് റസൂലേ എന്ന് ചോദിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. മൻ മാത, ഒരുത്തൻ മരിച്ചു, ഒരു മനുഷ്യൻ മരിച്ചു, ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, പടച്ചവനിൽ ഒന്നും പങ്കു ചേർക്കാതെ, ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞു, ദഖലൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. നിനക്കറിയേണ്ടത് നിർബന്ധമാകുന്ന രണ്ട് കാര്യമില്ലേ? ഒന്നാമത്തെ നിർബന്ധമാകുന്ന കാര്യം തൗഹീദോടെ ജീവിച്ചവന് സ്വർഗം നിർബന്ധമായി. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅ, ആരെങ്കിലും അള്ളാഹുവിൽ എന്തെങ്കിലും പങ്കു ചേർത്താൽ ദഖലന്നാർ, അവൻ നരകത്തിലും പ്രവേശിച്ചു. ആ രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ നരകത്തിലേക്ക് ഉറപ്പിക്കുന്നതും സ്വർഗ്ഗം ഉറപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് തൗഹീദും ശിർക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദ് ഉള്ളവന് സ്വർഗ്ഗം ഉറപ്പാണ്. അവനിൽ എന്ത് വീഴ്ച വന്നാലും എത്ര പാപം സംഭവിച്ചാലും മുവഹീദിന് സ്വർഗമുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചെങ്ങനെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഒരു പക്ഷേ അവനിലെ മഹാപാപങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ടായിരിക്കാം, ഒരു പക്ഷെ അവന് പഠിച്ചവനങ്ങോട്ട് മഗ്ഫിറത്ത് കൊടുക്കാൻ പുറത്തു കൊടുത്തിട്ടായിരിക്കാം. എങ്ങനെയായാലും മുവഹീദായ മനുഷ്യൻ അവൻ അവസാനം സ്വർഗത്തിലെത്തും. ശിർക്ക ജീവിതത്തിൽ വന്ന മനുഷ്യൻ എന്തു പരിശ്രമിച്ചിട്ടും കാര്യമില്ല, നരകത്തിൽ അവൻ പ്രവേശിക്കുമെന്നതിൽ ഒരു തർക്കവും വെക്കണ്ട എന്ന് ഇസ്ലാം പഠിപ്പിക്കണം. അപ്പോ ഏറ്റവും ഗുരുതരമായ പാപമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കുക, എന്തിനാണ് മനുഷ്യന്മാർ ശിർക്ക് ചെയ്യുന്നത്? എന്തിനാണ് മനുഷ്യരിൽ ശിർക്ക് സംഭവിക്കുന്നത്? അവരെന്തിനു വേണ്ടി ശിർക്ക് ചെയ്യുന്നു? അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളിൽ നിന്ന് അവർക്ക് നസ്ർ ലഭിക്കണം, സഹായം ലഭിക്കണം, നഫ്അ ലഭിക്കണം, അവർക്കൊരു ഉപകാരം ലഭിക്കണം, ഹിമായത്ത് ലഭിക്കണം, അവർക്ക് സംരക്ഷണം ലഭിക്കണം. ഇതിനാണ് ശിർക്ക് നടക്കുന്നത്. ലോകത്ത് ശിർക്ക് നടക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ്. ഒന്ന് നസ്ർ വേണം, അവർക്ക് സഹായം വേണം, അതുപോലെ തന്നെ അവർക്ക് നഫ്അ വേണം, ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അത് ചെയ്തു കിട്ടണം, പിന്നെയോ ഹിമായത്ത് വേണം, അഥവാ അവർക്ക് പല പ്രൊട്ടക്ഷനുകളും ചെയ്തു കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരുടെ പ്രശ്നങ്ങൾ തടുത്തു കൊടുക്കണം. ഇതിനാണ് ആകപ്പാടെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ശിർക്ക് വെക്കുന്ന മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ സൂറത്ത് യാസീനിൽ കാണാം, റബ്ബ് പറയാണ്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. തങ്ങൾ സഹായിക്കപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് പുറമെ ആലിഹത്തുകളെ, ഇലാഹുകളെ, ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചു. സഹായിക്കാൻ വേണ്ടി, പടച്ചവന് പുറമെ സഹായം ലഭിക്കാൻ വേണ്ടി അവർ സ്വീകരിച്ചു. സൂറത്ത് മറിയമിൽ കാണാം, വത്തഖദൂ, അവർ സ്വീകരിച്ചു, മിൻ ദൂനില്ലാഹി ആലിഹ, പടച്ചവന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു. എന്തിനു വേണ്ടി? ലിയകൂനൂ ലഹും ഇസ്സ, അവർക്ക് സഹായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. എന്ത് വേണം? അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ അവർ സ്വീകരിച്ചു കൊണ്ടിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ അള്ളാഹുവിന് പുറമെ മനുഷ്യന്മാര് മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് എന്തിന്? അവർക്ക് സഹായം വേണം, അവർക്ക് സംരക്ഷണം വേണം, അവർക്ക് പിന്നെ ഉപകാരങ്ങൾ ലഭിക്കണം. ഈ ഉദ്ദേശത്തിലാണ് മനുഷ്യന്മാർ അള്ളാഹുവിന് പുറമെ ഇലാഹുകൾ ഉണ്ടാക്കുന്നത്. അത് ഇലാഹെന്ന് പേരിട്ടാലും, ഇലാഹല്ല വലിയെന്ന് പേരിട്ടാലും, അത് ഇനി അമ്പിയാക്കളുടെ പേരിട്ടാലും, എന്തായാലും പടച്ചവന് പുറമെ അവർ ഈ ആളുകളിൽ നിന്ന് നസ്റും നഫ്ഉം ഹിമായത്തും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്കായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തൗഹീദ് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു മനുഷ്യനിൽ തൗഹീദ് തുടങ്ങേണ്ടത്, പടച്ചവന് പുറമെ എന്റെ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. ഇങ്ങനെ വിശ്വസിച്ചിട്ട് വേണം തൗഹീദ് തുടങ്ങാൻ. തൗഹീദ് തുടങ്ങേണ്ടത് എങ്ങനെ? ഒന്നാമത്തെ സ്റ്റെപ്പ് അതാ. അള്ളാഹിനോട് മാത്രം ചോദിക്കൂ, അത് രണ്ടാമത്തെ സ്റ്റെപ്പാ. അള്ളാഹിനോട് മാത്രം ചോദിക്കൂ എന്നതിന് മുമ്പ് പടച്ചവനല്ലാത്ത ആരോട് ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല
എന്ന് മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യൻ ഉറപ്പിക്കണം. അൽ ഖാദിറു അലൽ ഇആന, സഹായിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഖാദിർ അല്ലാഹു മാത്രമാണ്. സഹായിക്കാനുള്ള ഖുദ്റത്ത് കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. വേറെ ഒരാളെയും വിളിച്ചിട്ട് കാര്യമില്ല. ഇതുറക്കണം. ഇതുറച്ചിട്ട് അതിന്റെ മേലെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ എന്നത് വരേണ്ടത്. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ എന്നതിൻ്റെ ബേസ്, അതിൻ്റെ അടിത്തറ മറ്റൊരാളെയും വിളിച്ചിട്ട് എനിക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നില്ല. ആർക്കും ഈ ലോകത്ത് എൻ്റെ ചേട്ടത്തിന്, എൻ്റെ ചോദ്യത്തിന്, എൻ്റെ സഹായാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ ഖുദ്റത്തില്ല എന്ന് വിശ്വസിച്ചേ പറ്റൂ. അവരാരും ഖാദിറല്ല എന്ന് വിശ്വസിച്ചേ പറ്റൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചേരാ, വിശ്വാസികൾക്ക് പഠിപ്പിച്ചേരാ. ഇൻ തദ്ഉഹും, ആ ആളുകൾ അവർ വിളിച്ചു നോക്കിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളികൾ, തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, സഹായ ചോദ്യങ്ങൾ ഒന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടു എന്ന് വിചാരിച്ചാൽ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യാൻ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ ആയത്തിന് വിശദീകരിക്കെ ഇമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇത് മനസ്സിലാക്കേണ്ടത് ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബ്, വിപൽഘട്ടത്തിൽ, ആപത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ, സഹായം തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. ലിഅന്നഹാ ജമാദാത്തുൻ ലാ തുബ്സിറു വലാ തസ്മഉ, കേൾക്കാത്ത, കാണാൻ കഴിയാത്ത, ജീവനില്ലാത്ത വസ്തുക്കളാണവർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ഇത് കേവലം ജീവനില്ലാത്ത വസ്തുക്കളാണ്, അതുകൊണ്ട് കേൾക്കൂല, അതുകൊണ്ട് ഉത്തരം ചെയ്യൂല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല. ഇമാം ഖുർത്തുബി തുടരുന്നു, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിൽ, തീർച്ചയായിട്ടും ഇത് ആരാധിക്കപ്പെടുന്ന ബുദ്ധിയുള്ളവരിലേക്കും ഇത് മടക്കപ്പെടും. ആരിലേക്ക് മടക്ക? വിഗ്രഹങ്ങളെപ്പോലെ ജീവനില്ലാത്തവയിലേക്ക് മാത്രമല്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. വലൗ സമിഉ, ഇനി അവർ കേട്ടാലോ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പോകുന്നില്ല എന്നത് വിഗ്രഹത്തിലേക്കും ജീവനില്ലാത്ത വസ്തുക്കളിലേക്കും മാത്രമല്ല മടങ്ങുക, പിന്നെ എവിടേക്കൊക്കെ മടങ്ങും? ബുദ്ധിയുള്ള ആരാധ്യന്മാരായ കൽമലായിക, മലക്കുകളെപ്പോലെ, വൽ ജിന്ന്, ജിന്നുകളെപ്പോലെ, വൽ അംബിയാ, അംബിയാക്കന്മാരെ പോലെ, വശയാത്തീൻ, ശൈത്താന്മാരെ പോലെ, ജീവനുള്ള ബുദ്ധിയുള്ള കേൾക്കുന്ന ആളുകളോടും നിങ്ങൾ തേടിയാൽ, വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ തഫ്സീർ ഇമാം ഖുർത്തുബി വീണ്ടും തുടരുന്നു. വഖാല ഖതാദ, ഖതാദ പറയാണ്, അൽ മഅന ലൗ സമിഉ എന്ന് പറഞ്ഞാൽ കേട്ടിരുന്നാൽ, കേട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ലം യൻഫഉകും, അവർ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു ഉപകാരവും അവർ ചെയ്യില്ല എന്നാണ്. ലൗ സമിഉ, അവർ കേട്ടാലും, ലം യൻഫഉകും, നിങ്ങൾക്ക് ഒരു ഉപകാരവും അവർ ചെയ്യാൻ പോകുന്നില്ല. പടച്ചോന് പുറമെ, അള്ളാഹുവിന് പുറമെ ഒരാളും നമുക്ക് നമ്മുടെ വിളിക്ക്, തേട്ടത്തിന്, ചോദ്യത്തിന്, നമ്മുടെ സമർപ്പണത്തിന് അവർ ഉത്തരം ചെയ്യാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കലാണ് ഒന്നാമത്തെ കാര്യം. അത് വിശ്വസിക്കാതെ തൗഹീദ് ശരിയാവൂല. എന്റെ മനസ്സിൽ അള്ളാഹുവിന് പുറമെ ഞാൻ ആരെയെങ്കിലും വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യാനുള്ള ഖുദ്റത്ത് അവർക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. ഞാൻ അവരെ വിളിക്കണം എന്നില്ല. നബിമാരെ പറ്റി ഞാൻ വിശ്വസിക്കുന്നു, നബിമാർക്ക് എന്റെ വിളി കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ട്, ഖുദ്റത്തുണ്ട്, അവർ ഖാദിറാണ്. പക്ഷേ ഞാൻ നബിമാരെ വിളിക്കില്ല, നബിമാരോട് സഹായം തേടില്ല. സഹായമൊക്കെ ഞാൻ അള്ളാഹിനോട് തേടൂ. ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഇതുകൊണ്ട് കാര്യമില്ല. തേടിയില്ലെങ്കിലും ശിർക്ക് അവിടെ വന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന് പറഞ്ഞാൽ
എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി അവർ കേട്ടാലും അവർ ഉത്തരം ചെയ്യില്ല എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കേണ്ടത് ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ തത്ലബൂന മിൻഹാ, നിങ്ങൾ ചോദിക്കുന്ന ഒന്നിൽ നിന്നും അത് നൽകാൻ അവർക്ക് കഴിവില്ല, ഖുദ്റത്തില്ല, ഖാദിറല്ല എന്ന് വിശ്വസിക്കണം. ഖാദിർ അല്ലാഹ് മാത്രമാണ്. ഇങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. അത് ജിന്നുകളെ പറ്റി വിശ്വസിക്കണം, മലക്കുകളെ പറ്റി വിശ്വസിക്കണം, ശൈത്വാന്മാരെ പറ്റി വിശ്വസിക്കണം, അമ്പിയാക്കളെ പറ്റി വിശ്വസിക്കണം, ഔലിയാക്കളെ പറ്റി വിശ്വസിക്കണം, പടച്ചവന് പുറമെ തേടപ്പെടുന്ന സകലതിനെ പറ്റിയും വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ തത്ലബൂന മിൻഹാ, നിങ്ങൾ ചോദിക്കുന്ന, തേടുന്ന, ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും അവർ ചെയ്തു തരാൻ പോകുന്നില്ല, അതിനുള്ള ഖുദ്റത്ത് അവർക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്ന് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചു. ഇനി വിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നു, ഖുൽ ഇദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല. വിശ്വാസിന്റെ മനസ്സിൽ ആരാണ് ഖാദിർ, ആരാണ് എന്റെ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, ഇദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ. അപ്പൊ ചില ആളുകൾ അതിന് പരിഭാഷപ്പെടുത്തും, ദുആയാണ്, ഇസ്തിഗാസയല്ല, ദുആയാണ്, ഇസ്തിആനത്തല്ല. നോക്കൂ, ദുആയാകട്ടെ, അത് പിന്നെ നിദാ ആകട്ടെ, അതുപോലെ തന്നെ ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, മനുഷ്യൻ അല്ലാഹ്ക്ക് പുറമെ ഏതെങ്കിലും ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് ആരോടെങ്കിലും തേടിയാൽ, ചോദിച്ചാൽ അതെല്ലാം അതിൽ വന്നു. ഇനി അതിന് വേറെ ദുആ ആവണമെങ്കിൽ എന്തോ വേറെ ഒരു രൂപത്തിലാകണം. ഇസ്തിഗാസയാണെങ്കിൽ അങ്ങനെ ആകണ്ട, അത് വേറെ രൂപത്തിലാണ്. ഇസ്തിആനത്താണെങ്കിൽ അത് മറ്റൊരു രൂപത്തിലാണ് എന്ന് പറഞ്ഞ് അനാവശ്യമായി ഇവ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞാൽ ആ വെള്ളം എനിക്ക് എടുത്തു തരാൻ അമ്പിയാക്കന്മാർക്ക് പറ്റുമോ? അവർക്ക് ഖുദ്റത്തുണ്ടോ? ആ വെള്ളം വേണോ എന്നുള്ള ചോദ്യം ദുആയാണോ? ആ വെള്ളം വേണോ എന്നുള്ള ചോദ്യം ഇസ്തിആനത്താണോ, സഹായത്തേട്ടാണോ? പിന്നെ ആ വെള്ളം വേണമെന്ന ചോദ്യം ഇസ്തിഗാസയാണോ? അതൊന്നും അവിടെ പ്രശ്നമല്ല. ഈ ചോദ്യം, ഇതിന് ഉത്തരം ചെയ്യാൻ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാർക്ക് ഖുദ്റത്തുണ്ടോ, ഖാദിറാണോ? ഇതാണ് ചോദ്യം. ഖുദ്റത്തുണ്ടോ, ഖാദിറാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ ഇവിടെയുള്ള മലക്കുകൾക്ക് ഖുദ്റത്തുണ്ടോ, ഖാദിറാണോ? ഈ പള്ളിയിൽ മലക്കുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പഠിപ്പിച്ചു, ദീനിന്റെ മജ്ലിസുകളിൽ ആരുണ്ട്? അള്ളാഹിനെ ദിക്ർ ചെയ്യുന്ന മജ്ലിസിൽ ആരുണ്ട്? റഹ്മത്തിന്റെ മലായികത്തുകളുണ്ട്. ഈ ഖുതുബ കേൾക്കാൻ ഇവിടെ മലക്കുകളുണ്ട്. നിങ്ങളെല്ലാം, നിങ്ങളുടെ എല്ലാം പേരുകൾ ആ ബാബിന്റെ വാതിലിന്റെ അരികിൽ നിന്ന് നിങ്ങൾ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വന്നവരാരൊക്കെ ഉണ്ടോ അവരെ പേര് കുറിച്ചു വെച്ച മലായികത്തുകളുണ്ട് റസൂലുള്ള പറഞ്ഞു. എന്നിട്ടോ ഇമാം മിമ്പറിൽ കയറിയാൽ മലക്കുകൾ ഇവിടെ വന്ന് ഖുതുബ കേൾക്കാനിരിക്കും, അവരുടെ ഗ്രന്ഥങ്ങൾ പൂട്ടും. ആ മലക്കുകൾ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഖുതുബ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടല്ലോ? ശരിക്കും നിങ്ങൾ പഠിച്ചോ. ഞാൻ ഈ ഖുതുബ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടല്ലോ. അവരോട് ഒരു ഗ്ലാസ് വെള്ളം തരൂന്ന് ഞാൻ ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനുള്ള ഖുദ്റത്ത് അവർക്കുണ്ടോ? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? കഴിയില്ല, സാധ്യമല്ല, സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താ? ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ തേടുന്ന, ജൽപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റവും അവരുണ്ടാക്കി തരാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രയാസം അത് അവർ തടുത്തു നൽകാൻ പോകുന്നില്ല. അതിന് അള്ളാഹു അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിൽ ആരൊക്കെയാണ് പെടുക? ആരൊക്കെ പെടും? ഇമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, കാനു, അതിൽ ആരൊക്കെ ഉണ്ടാകും? യഅ്ബുദൂനൽ മലായിക വഉസൈറ വൽമസീഹ വബഅദുഹും കാനു യഅ്ബുദൂന നഫറൻ മിനൽ ജിന്ന്. അതിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ജിന്നുകളെ വിളിച്ച് തേടി ആരാധിച്ച് നടന്നവർ, മലക്കുകളെ വിളിച്ച് തേടി ആരാധിച്ചവർ, ഉസൈർ നബിയെ വിളിച്ച് തേടിയവർ, അതുപോലെ തന്നെ ഈസാ നബിയോട് ഇബാദത്ത് ചെയ്തവർ, ആ കൂട്ടർ മുഴുവൻ അതിൽ പെടുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ആരാധ്യന്മാർ ആരൊക്കെയാണ്? ഈ ആരാധ്യന്മാർ
ഈ പറഞ്ഞ മലക്കും പൊട്ടു, ഈ പറഞ്ഞ നബിയും പൊട്ടു, ഈ പറഞ്ഞ ജിന്നുകളും പൊട്ടു, എല്ലാം പൊട്ടു. അങ്ങനെയേ നിങ്ങൾ വിശ്വസിക്കാവൂ. കാരണം എന്താ? ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക്. അതിനവർക്ക് അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ വിളിക്ക് ഉത്തരം നൽകാൻ അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടില്ല, അതിനവർ അധികാരപ്പെടുത്തിയിട്ടില്ല. വലാ യംലികൂനഹു, അതിനുള്ള അധികാരം അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല. വഇന്നമാ യംലികുഹു വയഖ്ദിറു അലൈഹി ഖാലിഖുഹും വഖാലിഖുഹും. അതിനുള്ള കഴിവ് ആർക്കാണ്? അവരുടെ ഖാലിഖിനും നിങ്ങളുടെ ഖാലിഖുമായിട്ടുള്ള അല്ലാഹുവിന്. അവരുടെ സൃഷ്ടാവും നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടുള്ള അല്ലാഹുവിന് മാത്രമേ അതിന് കഴിയൂ. അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അതാണ് തൗഹീദ്. ആളുകൾ ചോദിക്കുക, ഞങ്ങൾ തേടിയിട്ടില്ലല്ലോ, തേടണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തേടേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തേട്ടം അല്ലാഹുവിനോട് മാത്രം. വേണ്ട, നിന്റെ മനസ്സിൽ അല്ലാഹുവിന് പുറമെ നിന്റെ തേട്ടത്തിന് ഉത്തരം ചെയ്യുന്ന ഖാദിർ ആരെങ്കിലുമുണ്ടോ? നിന്നിൽ ശിർക്ക് കഴിഞ്ഞു, ശിർക്ക് കഴിഞ്ഞു. ഫത്ഹുൽ ഖദീർ ലിശൗഖാനി റഹിമഹുല്ലാഹ്, ഇമാം ഷൗഖാനി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും എന്ന ആയത്തിന് വിശദീകരണം കൊടുത്തു. ഐ ലാ യസ്തതീഊന ദാലിക്, അതിന് സാധിക്കുകയില്ല നിങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കാൻ. വൽ മഅബൂദുൽ ഹഖ് ഹുവല്ലദീ യഖ്ദിറു അലാ കശ്ഫിൽ ദുർരി വഅലാ തഹ്വീലിഹി മിൻ ഹാലിൻ ഇലാ ഹാലിൻ വമിൻ മകാനിൻ ഇലാ മകാനിൻ ഫവജബൽ ഖത്ഉ ബിഅന്ന ഹാദിഹി അല്ലതി തസ്അമൂനഹാ ആലിഹത്തുൻ ലൈസത് ബിആലിഹ. അദ്ദേഹം വിശദീകരിക്കുക, നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകളുണ്ടല്ലോ, ഏതൊക്കെ ഇലാഹ്? ജിന്നുകളായിട്ടുള്ള ഇലാഹ്, മലക്കുകളായിട്ടുള്ള ഇലാഹ്, അമ്പിയാക്കന്മാരായിട്ടുള്ള ഇലാഹ്, ഔലിയാക്കന്മാരായിട്ടുള്ള ഇലാഹ്, സ്വാലിഹീങ്ങളായിട്ടുള്ള ഇലാഹ്. ആ ഇലാഹുകൾക്ക് ആർക്കും നിങ്ങൾക്കൊരു ഉപദ്രവം നീക്കിത്തരാൻ പറ്റില്ല. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, വമിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റിത്തരാൻ അവർക്ക് പറ്റുമോ? അവർക്ക് പറ്റില്ല, അവർക്കതിന് സാധ്യമല്ല. സുമ്മ ഇന്നഹു സുബ്ഹാനഹു അക്കദ അദമ ഇഖ്തിദാരിഹിം ബിബയാനിൻ. അല്ലാഹു സുബ്ഹാനഹു തആല അത് വ്യക്തമാക്കാണ്. എങ്ങനെ? ഈ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കഴിവില്ലായ്മ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഗായത്തുൽ ഇഫ്തിഖാരിഹിം ഇലല്ലാഹി വജിൽബിൽ മനാഫിഇ വദഫ്ഇൽ മദാരിഇ, അതുപോലെ തന്നെ അവർക്ക് ഉപദ്രവം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടുക്കാനോ അവർക്ക് യാതൊരു കഴിവുമില്ലാതെ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാക്കി അവരെ നിലനിർത്തി. അതിൽ നിന്ന് മനുഷ്യൻ പഠിക്കേണ്ടത് എന്താ? എനിക്ക് ഒരിക്കലും ഈ ആളുകൾ ഉത്തരം ചെയ്യാൻ പോണില്ല, ഖാദിറില്ല എന്ന് വിശ്വസിച്ചേ പറ്റൂ. ഇത് അഖീദയാണ്. ഇവിടെ സംഘടനാ പക്ഷപാതിത്വങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കിക്കോളണം, ആളുകൾ എങ്ങനെ ജീവിക്കണം, മുഅ്മിനീങ്ങൾ എങ്ങനെ ആയിരിക്കണം, അത് അവന് ഏത് സംഘടനയിൽ പെട്ടാലും ഏത് മദ്ഹബിൽ പെട്ടാലും അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകേണ്ട വിശ്വാസം എന്താ? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അതെടുത്തു തരാൻ ഈ ലോകത്തെ ഒരു മലക്കിനും സാധ്യല്ല, ഈ ലോകത്തെ ഒരു ജിന്നിനും സാധ്യല്ല, ഈ ലോകത്തെ ഒരു ഔലിയാക്കൾക്കും സാധ്യല്ല, ഈ ലോകത്തെ ഒരു അമ്പിയാക്കൾക്കും സാധ്യല്ല, ഒരു പടപ്പിനും സാധ്യമല്ല എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കണം. അപ്പൊ തർക്കങ്ങളായിട്ട് വരും. അപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് വെള്ളം ചോദിച്ചാലോ? അല്ലാഹു സുബ്ഹാനഹു തആല ദുആ പഠിപ്പിക്കുമ്പോ ജീവിക്കുന്ന മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന സഹായങ്ങൾ, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കഴിവിൽപ്പെട്ട സഹായങ്ങൾ, ആ സഹായങ്ങളെ ഇസ്തിസ്നാ ചെയ്തിട്ടേ ചർച്ചയുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടതാ. അങ്ങനെ ചോദിക്കുന്നവൻ ആരാണ്? ഓ, മുഹീദ്ദീൻ ശൈഖിനോട് ഞാൻ ചോദിച്ചാൽ മുഹീദ്ദീൻ ശൈഖിന് ഒരു ഗ്ലാസ് വെള്ളം തരാനുള്ള ഖുദ്റത്തില്ല, ഖാദിറല്ല. ജിന്നുകളോട് ഞാൻ ചോദിച്ചാൽ ജിന്നുകൾക്ക് എനിക്ക് വെള്ളം കൊണ്ടുതരാൻ ഖുദ്റത്തില്ല, അവരാരും ഖാദിറല്ല, മലക്കുമല്ല, അമ്പിയാക്കളുമല്ല, ഒരാളുമല്ല എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുക, അപ്പോൾ ഒരു മനുഷ്യനോട് ചോദിച്ചാലോ? ജീവനുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാലോ? അപ്പോ അവന് കൊണ്ടുതരാൻ പറ്റില്ലേ വെള്ളം? നോക്കൂ, ഇസ്തിസ്നാ ചെയ്യപ്പെട്ടതാണ്.
അത് ഈ ചർച്ചയിലുള്ളതല്ല. അത് തൗഹീദിന്റെ ചർച്ചയിലുള്ളതല്ല. അത് ശിർക്കിന്റെ ചർച്ചയിലുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിവെച്ചതാണ്. അതിന് പുറമെയുള്ളതാണ് ചർച്ച. അതിന് പുറമേ ചർച്ച ചെയ്യാവൂ മുവഹിദ്. മറ്റേത് കുതർക്കാണ്. ഇൽമുള്ള ഒരുത്തൻ അത്തരമൊരു തർക്കവുമായിട്ട് വരാൻ പാടില്ല. ഈമാനുള്ള ഒരുത്തൻ അത്തരമൊരു തർക്കവുമായിട്ട് വരാൻ പാടില്ല. വതആവനു അലൽ ബിർരി വതഖ്വ, മനുഷ്യന്മാരോട് അവരെ കഴിവിൽപ്പെട്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് കൂലിയുണ്ട്. എന്നോടൊരു മനുഷ്യൻ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുത്താൽ എനിക്ക് കൂലിയുണ്ട്, വെള്ളം കൊടുത്തില്ലെങ്കിൽ എനിക്ക് കുറ്റമുണ്ട്. ഈ വകുപ്പിലല്ല അത് ചർച്ച ചെയ്യേണ്ടത്. ഈ വകുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് അതിനു പുറമെ ജീവനുള്ള, ഹാജറുള്ള, കഴിവുള്ള മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം നടക്കുന്ന ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾക്ക് പുറമെ നടക്കുന്ന സഹായത്തേട്ടങ്ങൾ, അതിനെ പറ്റിയിട്ട് ചർച്ചയാവും. വിഡ്ഢികൾ മാത്രമാണ് അതിൻ്റെ ഇടയിലേക്ക് മനുഷ്യനെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ചർച്ച കുതർക്കമാക്കുന്നത്, തർക്കം അനാവശ്യമാക്കുന്നത് ഇൽമില്ലാത്ത ജാഹിലുകൾ മാത്രമാണ്. ഒരു പണ്ഡിതനും ഈ തൗഹീദിൽ വിളിയിൽ അല്ലല്ലാത്ത ആരോടൊക്കെ വിളിക്കാം എന്ന ചർച്ചയിൽ ഇത് കൊണ്ടുവരികയേ ഇല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ അവർക്കിടയിൽ പരസ്പരം ഉള്ള സഹായ സഹകരണങ്ങൾ ഇതിന് ഖിയാസാക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയാക്കുകയും ചെയ്യുന്ന സ്വഭാവം അവർക്കില്ല. അതുകൊണ്ട് വിശ്വാസികളെ മനസ്സിലാക്കിക്കോളണം, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന് പുറമെ ആരൊക്കെ ഖാദിറുണ്ടെന്ന് വിശ്വസിച്ചോ അവൻ മുശ്രിക്കായിട്ടാണ് മരിക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു മുജാഹിദ് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായിട്ട് മരിക്കും. അങ്ങനെ ഒരു ജമാഅത്തുകാരൻ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായിട്ട് മരിക്കും. അങ്ങനെ ഒരു സുന്നി വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായിട്ട് മരിക്കും. എങ്ങനെ വിശ്വസിച്ചാൽ? എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ഞാൻ തേടിയാൽ ആ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ പിന്നെ മരണപ്പെട്ടവരിൽ നിന്നോ ഗായിബീങ്ങളിൽ നിന്നോ ഒരാളും ഇല്ല, ഒരാൾക്കും സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മജ്ലിസിൽ എന്റെ ഖുത്ബ കേട്ടിരിക്കുന്ന മലായികത്തുകളുണ്ട്. അവരെന്നെ കേൾക്കുന്നവരാണ്, എന്നെ രേഖപ്പെടുത്തുന്നവരാണ്. അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞാൽ സാധ്യമല്ല അവർക്കത് നൽകാൻ. അള്ളാഹു അതിനവരെ അധികാരപ്പെടുത്തിയിട്ടില്ല, അതിനവരെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിച്ചിട്ട് വേണം മരിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് സംഘത്തിൽ പെട്ടാലും സംഘടനയിൽ പെട്ടാലും അല്ലാഹ് മാത്രമേ ഖാദിറുള്ളൂ, വേറെ ഒന്നും ഖാദിറല്ല. അമ്പിയാക്കന്മാർ ഖാദിറല്ല, ഔലിയാക്കന്മാർ ഖാദിറല്ല, മലായിക്കത്തുകൾ ഖാദിറല്ല, ജിന്നുകൾ ഖാദിറല്ല, ശൈത്താന്മാർ ഖാദിറല്ല എന്ന് വിശ്വസിച്ചോളണം. ഏതെങ്കിലും സംഘം അങ്ങനെ വിശ്വസിക്കുന്നതിൽ നിന്ന് നമ്മളെ വഴി പഴപ്പിക്കുകയാണെങ്കിൽ അവരെ സൂക്ഷിച്ചോളണം. ആരുമായാലും ശരി അവരെ സൂക്ഷിച്ചോളണം. മറ്റൊരു ഖാദിർ, അള്ളാഹുവിന് പുറമെ ഒരു ഖാദിർ എൻ്റെ മനസ്സിൽ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മളത് സ്വീകരിക്കണ്ട, നമ്മളത് കൊണ്ടു നടക്കണ്ട. അല്ലാഹ് മാത്രമാണ് ഖാദിർ, അള്ളാഹുവിന് മാത്രമാണ് എൻ്റെ സഹായത്തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ സാധിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നോളണം. ഏത് മനുഷ്യൻ, ഏത് പണ്ഡിതൻ, ഏത് സംഘടന, ഏത് മദ്ഹബ്, ഏത് ഇമാമ് അത് പറഞ്ഞു വന്നാലും ശരി, എനിക്കെന്റെ റബ്ബ് മാത്രമാണ് ഖാദിർ, അവനോട് തേടിയാൽ മാത്രമാണ് ഉത്തരം കിട്ടൂ എന്ന നിലപാട് കണിശമായി സ്വീകരിച്ചോളണം. ഈ ആളുകളൊന്നും അല്ല കിട്ടുന്ന ഇന്ന വലിയുണ്ട്, കിട്ടുന്ന ഇന്ന നബിയുണ്ട്, കിട്ടുന്ന ഇന്ന ശൈത്താനുണ്ട്, കിട്ടുന്ന ഇന്ന മലക്കുണ്ട്, കിട്ടുന്ന ഇന്ന ജിന്നുണ്ട് എന്ന് നമുക്ക് ഈ ഭൂമിയിൽ പറഞ്ഞു തന്നവനൊന്നും നമ്മളെ ഖബറിലേക്ക് വരാൻ പോകുന്നില്ല. അവനൊന്നും നമ്മുടെ പരലോകത്തേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസം അള്ളാഹിനോട് മാത്രമുള്ള തേട്ടം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അള്ളാ എന്ന് വിളിക്കൽ മാത്രമല്ല, അള്ളാഹിനോട് മാത്രമേ എൻ്റെ തേട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹ് എല്ലാത്തവരോട് തേടിയിട്ട് എനിക്കൊരു ചുക്കും കിട്ടില്ല എന്ന അഖീദ മനസ്സിലുണ്ടാവണം. അതില്ലാതെ കിട്ടൊക്കെ ചെയ്യും പക്ഷെ തേട്ടല്ലാട് മാത്രം എന്ന് പറയുന്ന നിലപാട് തൗഹീദിന്റെ തേട്ടമല്ല, അത് ശിർക്കിന്റെ തേട്ടം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെറ്റായ ധാരണകളിൽ നിന്ന്, അള്ളാഹുവിന് പുറമെ എൻ്റെ സഹായ തേട്ടങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന ഖാദിറുകളുണ്ട് എന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്ന് നമ്മെ എല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയൊക്കെയോ രൂപപ്പെടുന്ന പക്ഷപാതിത്വങ്ങൾ, അതൊരു പക്ഷേ സ്നേഹത്തിൽ നിന്നാകാം, സ്വന്തം കക്ഷി സ്വന്തം ആളുകൾ അവരോടുള്ള സ്നേഹത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ എതിർ കക്ഷിയിൽപ്പെട്ട ആളുകളോടുള്ള വെറുപ്പിൽ നിന്നാകാം. നമ്മളെ മനസ്സിനെയൊക്കെ ഒരു തരം പക്ഷപാതം സ്വാധീനിക്കാറുണ്ട്. ആ പക്ഷപാതിത്വം അവർ എന്ത് പറഞ്ഞോ അതിനെതിരാ ഞാൻ പറയും എന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യനെ കൊണ്ടുവരും. പക്ഷപാതിത്വത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. തനിക്കിഷ്ടമില്ലാത്തവർ ഹക്ക് പറഞ്ഞാൽ സ്വീകരിക്കൂല, തനിക്കിഷ്ടമുള്ളവർ ബാത്തിൽ പറഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഈ പക്ഷപാതത്തിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഈ പറയുന്ന സംഘങ്ങളോ സംഘടനകളോ നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ആരും ഉണ്ടാവൂല. നമ്മൾ ഖബറിലേക്ക് നമ്മളെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ തൊട്ട് അവരും നമ്മളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. ഒരു സുന്നി സംഘടനയിൽ നിന്നും മുജാഹിദ് സംഘടനയിൽ നിന്നും ഒരു ചബലീഗ് സംഘടനയിൽ നിന്നും വേർപെട്ടു, അവൻ റൂഹിനെ മലക്കിനെ കാണുന്നതോടുകൂടി പിന്നെ ഈ ആളുകൾ ആരും ഉണ്ടാവൂല. നമ്മളെങ്ങനെ വിശ്വസിച്ചോ, നമ്മളെന്ത് നിലപാട് സ്വീകരിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് അവിടുന്ന് രക്ഷ കിട്ടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, എത്ര ഇഷ്ടപ്പെട്ട സംഘവും സംഘടനയും നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞാലും ശരി, ഞാൻ എന്ത് വിശ്വസിക്കണം, എൻ്റെ മനസ്സിൻ്റെ നിലപാട് എന്തായിരിക്കണം, എൻ്റെ മനസ്സിൻ്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ഓരോ വിശ്വാസിയും നിശ്ചയപ്പെടുത്തിയേ പറ്റൂ. അവൻ നിശ്ചയിച്ച് തീർച്ചപ്പെടുത്തിയേ പറ്റൂ. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം, അള്ളാഹുവിന് പുറമെ ഈ പറഞ്ഞ ആളുകൾ ഒക്കെ നിങ്ങൾക്ക് സഹായത്തിന് വരും എന്ന് പറഞ്ഞ ആളുകൾ, അവരോട് അള്ളാഹ് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് എന്ത് ഉത്തരം നമ്മൾ പറയും? എന്ത് ഉത്തരം നമ്മൾ പറയും? പടച്ചോന് പുറമെ ഉള്ള ആളുകൾ നമുക്കൊരു മുറും മാറ്റിത്തരാൻ പോണില്ല, ഒരു അപകടമോ ഒരു പ്രയാസമോ അവർ മാറ്റിത്തരാൻ പോണില്ല. നമ്മുടെ സ്ഥിതിയിലൊരു മാറ്റം അവരുണ്ടാക്കൂല, നമുക്കൊരു ഉപകാരം അവർ ചെയ്യാൻ പോണില്ല. അള്ളാഹ് ഇത് പഠിപ്പിച്ചു, ഞാൻ ഇനി എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹ് ഇത് പഠിപ്പിച്ചു, അതല്ല അള്ളാഹ് എവിടെയെങ്കിലും പഠിപ്പിച്ചോ? നോക്കൂ, എന്നെ പോലെ തന്നെ നിനക്ക് ഇതാ ഉപകാരം ചെയ്യുന്ന, മറ്റ് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ഇന്ന ആൾ എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിക്കും, കോട്ടിമാട്ടൊക്കെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആൻ നിങ്ങളെ കയ്യിലുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഈ ഖുർആന് പിന്നെ 2 ചട്ടക്കുള്ളിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ നാസിന്റെ ഇടയിൽ ബൈൻഡ് ചെയ്ത കോപ്പി നിങ്ങളെ കയ്യിലുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും പടച്ചവന് പുറമെ ഉത്തരം നൽകുന്ന ഒരു ടീമിനെ പറ്റി അള്ളാഹ് എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു ടീം, ഖാദിറായ അള്ളാഹ്ക്ക് പുറമെ ഖാദിറായ ഒരു ടീമിനെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു തരുന്നവരോട് എന്ത് സമീപനം സ്വീകരിക്കണം? ഇത് ചെറിയ പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകൾ, ചില ആളുകൾ പറയാണ്, നോക്കൂ, നിനക്കൊരു ഗ്ലാസ് വെള്ളം വേണോ, നിനക്ക് രോഗം മാറണോ, നിനക്ക് പിന്നെ എന്തെങ്കിലും ഉപകാരം കിട്ടണോ, നീ മൊഹീദ്ദീൻ ഷേഖിനെ ഖാദിറാക്കിക്കോളൂ, അദ്ദേഹത്തിനെ വിളിച്ചോളൂ, അദ്ദേഹത്തിന് അത് ചെയ്തു തരാൻ പറ്റും എന്ന് വിശ്വസിച്ചോളൂ, അതിനുള്ള ഖുദ്റത്തുണ്ടെന്ന് വിശ്വസിച്ചോളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കണം? അല്ലെങ്കിൽ ഒരു വിഭാഗം പറയാണ്, നിങ്ങൾ മലക്കുകൾ, ആ മലക്കുകൾ നിങ്ങൾ ശബ്ദം കേൾക്കുന്ന പരിധിയിലൊക്കെ ഉള്ള ആളുകളാണ്, അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്കത് ചെയ്തു തരാനുള്ള ഖുദ്റത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. അല്ലെങ്കിൽ ജിന്നുകൾ, ആ ജിന്നുകൾക്ക് പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാനുള്ള ഖുദ്റത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം? ഖുർആനിൽ അങ്ങനെ ചർച്ചയേ ഇല്ല. ഖുർആനിൽ അങ്ങനെ ഒരു ചർച്ചയില്ല.
അള്ളാഹുവിന് പുറമെ ഒരു ഖാദിറിനെയും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സംസാരം നമ്മോട് സംസാരിക്കുന്നവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്ദഅ ബിമാ തുഅ്മർ വഅഅരിൽ അനിൽ മുശ്രിക്കീൻ. നിന്നോടെന്തല്ല കൽപ്പിച്ചോ അത് നീ അതുമായി മുന്നോട്ട് പോവുക. ശിർക്ക് പറയുന്നവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക. ശിർക്ക് പറയുന്ന ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു. വസ്സുദ്ഉ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ശഖു വതസദ്ദഅൽ ഖൗമു ഐ യതഫറഖു എന്ന് പറഞ്ഞാൽ അവരുമായി ഭിന്നിച്ചേ പറ്റൂ. അവരുടെ മതപരമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാലും ഇനി നിങ്ങൾ പറഞ്ഞാലും ഈ ലോകത്ത് ഏത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും, നോക്കൂ, മുജാഹിദിന്റെ നേതാവ് പറയാണ് നിങ്ങളോട് അള്ളാഹ്ക്ക് പുറമെ ഒരു ഖാദിറുണ്ടെന്ന് പറഞ്ഞാൽ തഫറഖു, അവനുമായി ഭിന്നിച്ചേക്കണം. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരാളുണ്ടെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞാൽ മുജാഹിദ് പ്രവർത്തകൻ അവനുമായി തഫറഖു, ഭിന്നിച്ചേക്കണം. ഈ സുന്നിന്റെ പണ്ഡിതൻ പറഞ്ഞാലോ, ജമാഅത്ത് ഇസ്ലാമിന്റെ പണ്ഡിതൻ പറഞ്ഞാലോ, തബ്ലീഗിന്റെ പണ്ഡിതൻ പറഞ്ഞാലോ, ആ പ്രവർത്തകൻ അവരുടെ അനുയായികൾ എന്ത് ചെയ്യണം? തഫറഖു, ഭിന്നിച്ചോളണം, വെട്ടുപിരിഞ്ഞു പോന്നോളണം. പിന്നെ അവനുമായിട്ട് ഒരു ബന്ധവും അവന്റെ മതപരമായ നേതൃത്വം അംഗീകരിക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും നമ്മളിത് പറയുമ്പോൾ എന്താ പ്രശ്നം? ആളുകൾ വിചാരിക്കുക ഇത് ഇന്നവളെ ഫോക്കസ് ചെയ്ത് ഇന്ന ടീമിനെ അല്ല. ഈ മലയാളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും ചേർത്തിട്ട് പറയും. ഏതെങ്കിലും ഒരു പണ്ഡിതൻ മലയാളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും ചേർത്തിട്ട് പറയാണ്, എവിടെ നിന്നെങ്കിലും അള്ളാഹ്ക്ക് പുറമെ നമ്മുടെ വിളിക്കുത്തരം ചെയ്യുന്ന ഒരു ഖാദിറുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തഫറഖു, ഭിന്നിച്ചേ പറ്റും. പിന്നെ അവന്റെ മതപരമായിട്ടുള്ള നേതൃത്വം സ്വീകരിക്കാൻ പറ്റില്ല. ബാക്കി അവൻ എന്ത് കുറവുണ്ടാവാം, അതൊക്കെ നമ്മൾ ക്ഷമിക്കാം. ആ നേതാക്കന്മാർക്ക് കുറെ കുറ്റുണ്ടാവും, കുറവുണ്ടാവും, അവരുടെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടാവും, അതൊക്കെ നമുക്ക് പൊറുക്കാം, പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അള്ളാഹുവിന് പുറമെ എന്റെ മനസ്സിലേക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ഒരാളെ പരിചയപ്പെടുത്തിയവൻ, അവനാണ് ഈ ലോകത്തെ എന്റെ ശാപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാവൂല, പക്ഷപാതിത്വം കൊണ്ട് മനുഷ്യനത് മനസ്സിലാവൂല. മറ്റവനോടുള്ള വെറുപ്പോ ഇവനോടുള്ള സ്നേഹമോ എന്തുകൊണ്ടും മനുഷ്യന്മാരുടെ കൽബിക്ക് അത് കയറൂല. അതുകൊണ്ട് വിശ്വാസികളെ, മതപരമായിട്ടുള്ള അവരുടെ നിലപാടും നേതൃത്വവും അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് സങ്കുചിതമായ വീക്ഷണമല്ല, ഇത് പിന്നെ ഭിന്നിപ്പിന്റെ വീക്ഷണമല്ല. ഖുർആൻ എടുത്തിട്ട് നിങ്ങൾക്ക് ശിർക്ക് പറഞ്ഞു തന്ന ആളോട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തണം എന്ന് പറഞ്ഞ ഒരായത്ത് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന ഞാൻ ഈ മിമ്പറിൽ നിന്ന് മാപ്പ് പറയും. നിങ്ങൾക്ക് ശിർക്ക് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പടച്ചോന് പുറമെ ഒരു ഖാദിറിനെ പരിചയപ്പെടുത്തി നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം ചെയ്യുന്ന ഒരു ഖാദിറിനെ അള്ളാഹ്ക്ക് പുറമെ ജിന്നുകളിൽ നിന്നോ മലക്കുകളിൽ നിന്നോ അമ്പിയാക്കളിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നോ ഏതെങ്കിലും പടപ്പുകളിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരാളോട് നിങ്ങൾ സ്നേഹബന്ധം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവരുടെ മതപരമായ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കണം, അത് ക്ഷമിച്ചിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ ഒരു ആയത്തിന്റെ തുണ്ട് നിങ്ങൾ കൊണ്ടുപോവാ. അള്ളാഹു പറഞ്ഞിട്ടില്ല വഅഅരിൽ അനിൽ മുശ്രിക്കീൻ, ശിർക്ക് പറഞ്ഞവരിൽ നിന്ന് വേർപെട്ട് പിരിഞ്ഞോളണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ അവരുടെ മതപരമായ നേതൃത്വം അംഗീകരിക്കുക. അവരോട് മാനുഷിക ബന്ധം ഉണ്ടാവും, അവർക്ക് പിന്നെ അവരുമായി സാമൂഹിക ബന്ധം ഉണ്ടാവും, അവരുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മതപരമായ ബന്ധം ഉണ്ടാവൂല, ഇമാറത്തിന്റെ ബന്ധം ഉണ്ടാവൂല. സ്നേഹത്തിന് അവരോട് മനുഷ്യനെന്ന് ചിലപ്പോൾ നമ്മുടെ അയൽവാസിയായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, സഹപാഠിയായിരിക്കാം, അതിന്റെ ഒക്കെ സ്നേഹവും ബന്ധവും സാഹോദര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ദീനിയായിട്ട് അവൻ അംഗീകരിക്കൂല. തഫറഖു എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് പിന്നെ അവൻ അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് തൗഹീദിന്റെ നിലപാട്. ഇത് സങ്കുചിത നിലപാടല്ല, ഇത് നട്ടലിലുള്ള നിലപാടെന്ന് അതിനെ പറയാം. ആളുകൾ വിചാരിക്കും ഇത് തീവ്രതയാണ്, കാഠിന്യമാണ്. ഇതിൽ കുറഞ്ഞതില്ല. വിശുദ്ധ ഖുർആനിൽ ഇതിൽ കുറഞ്ഞൊരു സമീപനമില്ല. അല്ലാതെ ഇത് ഏറ്റവും കഠിനമായ സമീപനമല്ല. ഇതാണ് ആകപ്പാടുള്ള സമീപനം. ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ തൗഹീദിന്റെ ആളുകൾ സ്വീകരിക്കാൻ പറഞ്ഞ കണിശമായ സമീപനം അത് മുഴുവൻ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനുണ്ട്. ഒന്ന് ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടാണ്. അത്
പെരുന്നാൾ ദിവസം രാവിലെ 7:15 കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈദ്ഗാഹ് നടക്കുന്നത്. ബഹുമാനായ പണ്ഡിതൻ മുഹീദ്ദീൻ മൗലവി അതിന് നേതൃത്വം നൽകാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ ഒരു ആൾക്ക് ആളോഹരി 140 രൂപ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. 17-ാം തീയതിക്ക് ചൊവ്വാഴ്ചക്ക് മുമ്പായിട്ട് കമ്മിറ്റി അത് ഏൽപ്പിക്കണം. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ അത് കളക്ട് ചെയ്യാനും അതിന് പറ്റിയ ആളുകളെ കണ്ടെത്താനും ഒക്കെ വളരെ റിസ്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് 17-ാം തീയതി നേരത്തോടെ തന്നെ അത് നൽകണമെന്ന് പറഞ്ഞത്. ഒരാൾക്ക് 140 രൂപ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ എത്ര ആളുകളുണ്ടോ കുടുംബത്ത് ആ ആളുകൾക്ക് മുഴുവൻ കണക്കാക്കിയിട്ട് 140 പ്ലസ് എത്ര ആളുകളുണ്ടോ അത്ര ചേർത്തിട്ടുള്ള സംഖ്യമാണ്. എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം 140 രൂപ കണക്കാക്കിയിട്ട് ഞാൻ അത് കമ്മിറ്റിയെ ഏൽപ്പിക്കണം. ഫിത്ർ സക്കാത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നോമ്പിൻ്റെ അപാകതകൾ പരിഹരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ആരാധനയാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് മുടക്കം വരുത്താൻ പാടില്ലാത്ത, അത് പാപമാകുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ അതിനെ സ്വീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആ രൂപത്തിൽ അവൻ്റെ മതത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസരിച്ച് ജീവിതത്തെയും സംഘടനാ ജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത ഒരു നിലപാടും സ്വന്തം സംഘടനയിലെ നേതാവും പണ്ഡിതനും പറഞ്ഞാൽ തള്ളിക്കളയാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എത്ര സ്നേഹിക്കുന്ന പണ്ഡിതനാകട്ടെ, എത്ര സ്നേഹിക്കുന്ന നേതാവാകട്ടെ, എത്ര സ്നേഹിക്കുന്ന സംഘടനയാകട്ടെ, അള്ളാഹുവിനും റസൂലിനും യോജിക്കാത്ത, അവരുടെ നിലപാടുകൾക്ക് യോജിക്കാത്ത ഒരു നിലപാട് ഈ സംഘങ്ങളും നേതാക്കന്മാരും പറഞ്ഞാൽ അവരോട് മനസ്സിൽ വെറുപ്പ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനും റസൂലിനും എതിരെ ആര് പറഞ്ഞാലും അവരോട് മനസ്സിൽ അള്ളാഹു ഉണ്ടാക്കുകയും അള്ളാഹുവും റസൂലും പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും, എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എനിക്കല്ല മതി, ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.